പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവര്, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവര്, ഗുണമായിട്ടും ഇല്ലാത്തവര്, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിന് യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള്
ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമെന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ എൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരെ നീക്കാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് ഒരു വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. എൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാന്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി, അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാർ വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ട് അത് വരണത്. ഇനി രസമെന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ
പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാ. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ, പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇനി തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീട്ടിൽ തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം. സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണത് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും അവൻ്റെ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവിടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. ചില മക്കളെയും കൊണ്ട് അമ്മമാരും എന്നെ കാണാം. അതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പിളിച്ചാഴികൾ വലിഞ്ഞേറി ആൾക്കാരെ നിൽക്കണമെന്ന് അറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവ തിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും, കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിനകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണത്, ഞാനെന്തിനാണ് ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷ വിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്ക് മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി
ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം. ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണ്ണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ സതീശന്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീശന്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്നറിയാവോ? ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അല്ലാതെ ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അടയാളം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ? അങ്ങനെയുള്ള ഒരു മണ്ടത്തരം നീല കാണിച്ചില്ല. ഇയാൾ കറക്റ്റാണ്. ആളെ കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഉടമ്പടിയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത്. അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? ദൈവം എന്തിനാ കാത്തിരിക്കണം 90 ദിവസം? നീ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അതാണ് സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകത. സമയം നീട്ടിക്കൊണ്ട് പോകണം നിങ്ങളാണേ, ദൈവമല്ല. ദൈവത്തിന് സമയമില്ലല്ലോ. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷെ നമ്മൾ അവിശ്വസ്തത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒട്ടാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയ അവന് കിട്ടിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയാ? ഇങ്ങനെ ഫോണെടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാചാണ്, ഇതിനെ കാലപ്പെടുത്തി നിലത്തിട്ടടിക്കണം ദൈവത്തിന് അറിയാം. എന്താ കാര്യം? വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ്. അയാൾ മൊബൈൽ എടുത്ത് വിളിച്ചു ചോദിക്കണം, കിട്ടിയാ? നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്ന വല്ലതും ഇങ്ങനെ ചോദിക്കും. എന്താ വെച്ചാൽ ഇവള് ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത്. കാണിച്ചാൽ ഇത് വിളിക്കാൻ തേക്കണ പാണ്ടാകും. പലർക്കും പാണ്ടായി നടക്കേണ്ട കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെപ്രതിയല്ല, ക്രിസ്തുവിൻ എന്ന വ്യക്തിയെപ്രതി അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിട്ട് അങ്ങനെ നേടുമ്പോൾ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ സതീഷിന്റെ ജീവിതത്തില് ആൾ സത്യസന്ധനായത് കാരണം സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. എപ്പോഴാണ് സഹോദരമാണ് പെട്ടെന്ന് ആൾ ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ്. അയാളുടെ ജീവിതത്തിൽ 2.5 വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ 18 വർഷമായിട്ട് എന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കുന്നത്. അയാൾ ഹീലായതല്ല പ്രശ്നം. അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അല്ല അച്ഛനും കപ്പേരും പള്ളിയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് സതീശനോട്. ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ അല്ലേ അയാൾ കണ്ട്, ദർശനം കിട്ടിയേക്കും. അയാൾ സ്വപ്നങ്ങൾ കണ്ടു. അപ്പോൾ എൻ്റെ പരിശുദ്ധമായ നിറഞ്ഞ് വസിച്ചെന്ന് അയാൾ പറയണത്. അത് പരിശുദ്ധാത്മാവിനുണ്ടാകുന്ന പ്രശ്നം. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ നടപടി പുസ്തകം 2:17 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. നടപടി 2:17 ദൈവം അരുളിച്ചെയ്യുന്നു. ദൈവം അരുളിച്ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അത് ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത്. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 10-70 വയസ്സ് കൂടല്ലേ. അവരെന്താ കാണുന്നത്? 17 വയസ്സുകാരുടെ സ്വപ്നങ്ങൾ കാണുമെന്ന്. ജീവിതം അവർക്ക് റിജുവിനേറ്റായി കിട്ടും.
അവർക്ക് റിജുവിനേറ്റൊക്കെ കിട്ടും. യുവാക്കന്മാർക്ക് എന്താ സംഭവം? നമ്മൾ പക്വതയില്ലെന്ന് പറയും. അവരെന്താ കാണുന്നത്? ദർശനങ്ങളാണ് കാണുന്നത്. അവർക്ക് പക്വതയോ ഈ ഒരാളിനെ ആ പരിശുദ്ധാത്മ വരുമ്പോഴേ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ. അതായത് അതുപോലെ ഒരു മാറ്റം ഈ മനുഷ്യനുണ്ടായി. ഈ മനുഷ്യനോട് പരിശുദ്ധാത്മ പറയും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാൻ പറയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പാർട്ടാകാനെന്ന് ഇയാൾക്ക് അറിയത്തില്ല. ഇയാളുടെ ക്രിസ്ത്യനല്ല, ശരിക്കും പറഞ്ഞാൽ ബൈബിളത്തെ ക്രിസ്ത്യനല്ല, ലൈഫിലുള്ള ക്രിസ്ത്യനല്ല. പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ്. നിങ്ങൾ ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല. ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ്, ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ്. അത് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ്. ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത് നമ്മൾ. കാര്യം എന്താ? നിങ്ങളെ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി വരുന്ന നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവർ ആ ഉടമ്പടി കർശനം കൃത്യമായിട്ട് ചെയ്യും, അല്ലേ? എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് ചോറൊക്കെ എടുത്ത് ഇത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും. രോഗികളെല്ലാം കണ്ട് അവരെ സഹായിക്കും. നിങ്ങൾ ഈ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല, ചില രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടു നിൽക്കാനൊക്കെ പോകത്തില്ല. ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ്? കൂട്ടു നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ഭരിക്കണം ആൾക്കാർ. കൂട്ടു നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതല്ലേ ഇപ്പോൾ ലോകത്ത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോണം. എന്താണ്? ചിലൊക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ്. എന്താണ്? കൂട്ടു നിൽക്കാൻ ആരുമില്ല. ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടു നിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കുത്തിയിരിക്കണ കാണാം. അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ, അല്ലേ? രോഗിനെയൊക്കെ കാണാൻ പോവുകയും നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അല്ലേ? രോഗിനെ കാണാം, ആശുപത്രി വല്ല രോഗികളുണ്ടോ ചോദിക്കും. ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വല്ലതും പോയിട്ടുണ്ടോ രോഗികൾ? നിങ്ങൾ ആശുപത്രി പോയായിരുന്നു. വെറുതെ പോയി ഇത് വകുപ്പ് നോക്കി എടുത്തിട്ട് പോകും. പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങളിൽ എനിക്കറിയാം, ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം. എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്തവരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് ഹരിപ്പാട് ആശുപത്രി പോയിട്ട് ആ വല്യപ്പന് കണ്ടു കാണാൻ പാടില്ലായിരുന്നു രോഗിക്ക്. എന്ത് ചെയ്തെന്നറിയാമോ? ആ പത്രം മുഴുവൻ ആ ചേച്ചി അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക്. ഇങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കൃപാസനത്തിന് ഇത്രയും തൊട്ടാൽ ചവിട്ടിയാൽ അപ്പാനെങ്കിലും കിട്ടുന്ന കാര്യം, ഇതിൻ്റെ പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ട്. അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല, പകുതിയോളം നോൺ ക്രിസ്ത്യൻസാണ്. അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഹരിപ്പാട് ആശുപത്രി ചെന്ന് അപ്പാപ്പന് കണ്ണു കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ 8 പേജ് പത്രവും അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത്. അപ്പാപ്പ ഇതുപോലെ അപ്പാപ്പനെ സുഖപ്പെടുത്തി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഉറപ്പ് കൊടുത്ത് പോരുകയും അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയും. അപ്പോഴാണ് അതാണ് ഈ യുവാക്കന്മാരൊക്കെ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരിയായി മാറുകയാണ്. ദൈവം നോക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കവരൻ്റെ കഴിയുമ്പോൾ നോക്കണത്. അല്ലാതെ നിങ്ങൾക്ക് PR കിട്ടാനുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല. അതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ 10,000 കിടക്കുന്നത്. ജപ്തി ആയാലും അതുപോലെ തന്നെ മാറാരോഗമായാലും 4th സ്റ്റേജ് ആയാലും എത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം? ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം കിട്ടി, വയറിനകത്ത് മുഴ വന്ന് ക്യാൻസർ ആയിരിക്കണേ, അപ്പോൾ അത് ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു മോളെ അത് ചുരുങ്ങി പോകുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് മാതാവിനോട് പറഞ്ഞു ഓപ്പറേഷനുള്ള ബോഡിയൊന്നും അവിടെ ഇല്ല, അത് ചുരുക്കി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിന്നോട് ചോദിക്കാതെയാണ് പറഞ്ഞത്, ഇപ്പം നിന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം ചുരുങ്ങിപ്പോയി. അതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണത്. അവർ ചുരുക്കി വിടണം, അല്ലാതെ അവർക്ക് വേറെ അവിടെ നിൽക്കാൻ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരും ഇല്ലാത്തവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ അവർക്കുള്ളൂ. ഞാനത്രേ അമ്മയെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം മാത്രമേ അവർക്കുള്ളതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ദൈവത്തിനെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ പങ്കെടുക്കണം. നിങ്ങൾ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ ആശുപത്രിയിൽ പോയി സന്ദർശനമല്ല ഇത്, മറിച്ച് പങ്കെടുക്കലാണ്. ബൈബിൾ അങ്ങനെയാണ് പറയണത്. കൊളോസ്യസ് 1:11 എടുത്തേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യൻസ് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഈ നിത്യമഹത്വത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാവോ? ഭൂമിയിലുള്ള സഹനങ്ങളിൽ സഹിക്കുന്നവരുടെ സഹനങ്ങളോട് നമ്മൾ എടുക്കുന്ന പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തെക്കുറിച്ച് എന്താ പറയണത്? 11 പറഞ്ഞ് സന്തോഷത്തോടെ
എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ സഹന ഇവിടെ ഒരു വിഷയം വെച്ചാല്, നിങ്ങൾക്കൊരു സഹനം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബൈസ്റ്റാൻഡർ, അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം. ഒരു ബൈസ്റ്റാൻഡർ ഉടനെ അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു രോഗിയുടെ പോയി നിൽക്കണേ, അപ്പൻ്റെ കൂടെ നിന്നാലും അമ്മയുടെ കൂടെ നിന്നാലും ഈ അമ്മ മകളോട് പറയും, മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോയിക്കോ എന്ന് പറയും. എന്താണെന്നറിയാം? എന്തുകൊണ്ട് അമ്മ ആശുപത്രി കിടക്കണം, അമ്മയെടുത്ത് മകൾ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അപ്പം അമ്മ മകളോട് പറയണതാണ്, എന്താണ് പറയുന്നത്? മകളെ കുഞ്ഞുങ്ങൾ വരാൻ സമയമായില്ല, നീ പോണില്ലേ? എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇവൾ വാച്ചിട്ട് നോക്കാൻ കുറഞ്ഞ നേരമായി, സമയമില്ലല്ലോ. അമ്മയ്ക്കറിയാവേ ഈ കളി കുറേ നേരമായി തുടങ്ങിയിട്ടേ, രണ്ടരത്തോട് തുടങ്ങിയാണ്. കഴിച്ചിട്ട് നോക്കും, നേരോട് നോക്കും, മാച്ചിട്ട് നോക്കും, പുറകോട്ട് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമാകുന്ന കാരണം അമ്മ അഡ്വാൻസ് പറഞ്ഞിരിക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് വെച്ചാൽ ഈ സഹനത്തിൽ നമുക്കൊരു ആളിൻ്റെ സഹനത്തിൽ പങ്കെടുക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം. പച്ചു നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന നോക്കും അതിൻ്റെ അകത്ത്. മനസ്സിലായില്ല? അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾക്ക് സഹനങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, മക്കളുടെ കൂടെ സഹനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, നാട്ടുകാരുടെ സഹനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ സന്തോഷമില്ല. അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കണേ. കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ഈ ഇതുവരെ കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ശ്രദ്ധിക്കണല്ലേ? യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പോൾ ഈ കർത്താവ് നോക്കണ ഒറ്റ, നിങ്ങൾ കവനൻ്റെ എടുത്തോ എടുത്തില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ, ഇതൊന്നും അല്ല പ്രശ്നം. ദൈവം നോക്കണത് എന്താണ്? നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ, അവിടെ വിഷയം. സതീഷ് എന്താ വിചാരിക്കണത്? സതീഷിന് ദൈവസ്നേഹമുണ്ട്, അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ്. അവനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്, നീ ക്രിസ്തുവിൻ്റെ പാർട്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ സതീഷ് പറഞ്ഞു, ഞാനെങ്ങനെ ക്രിസ്തുവിൻ്റെ പാർട്ടാകണത്? അവൻ പെട്ടെന്ന് പിടികിട്ടി. എന്താ കാര്യം? കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങിയ ആൾ, കുർബാനക്കൊക്കെ പോകേണ്ട ആൾ, പക്ഷേ കുർബാനൊക്കെ ചെല്ലുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനായാലും പാർട്ടായിട്ട് കാര്യം. ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത് ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കണത്. അതെന്താ കാര്യത്തിന്? അതിൻ്റെ റിസ്ക് പുള്ളി എടുത്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അച്ഛനില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല, സഭയില്ല, ഒന്നുമില്ല. അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉടമ്പടിയിൽ ഇയാൾക്ക് നല്ല ദൈവസ്നേഹമുണ്ട്. കാര്യം ദൈവസ്നേഹം ഉണ്ടാകാൻ കാരണം ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത്. പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിടെ കൂടി ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി. ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ജ്ഞാനസ്നാനപ്പെടുത്തുകയോ ഇതൊന്നും കൃപാസനത്തിൻ്റെ ലക്ഷ്യമല്ല. ലക്ഷ്യമെന്താണ് കാര്യം? നിങ്ങളെ വേദനയില്ലാതെയും സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ്. ഞങ്ങളാരും ഈ വിഷയത്തിൽ, നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടത്തില്ല. എന്താ കാര്യം? ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതൊക്കെ മനസ്സിലാകും. അച്ഛന് ആൾക്കാരുമായിട്ട് ബന്ധമില്ല, അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല. അച്ഛൻ എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം കറക്റ്റായിരിക്കണം. പിന്നെ എന്താണ്? നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മനസ്സിലായില്ല എന്തിനാ പ്രാധാന്യമെന്ന്. എന്തിനാ പ്രാധാന്യം? വിഷയത്തിനാണ് പ്രാധാന്യം. വിഷയത്തിനാണ് പ്രാധാന്യം. കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ആരായാലും, ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ, സങ്കടമില്ലേ, അത്രയേ ഉള്ളൂ. രോഗമുണ്ടോ, രോഗമില്ലേ, ആ വിഷയത്തെ കാണുന്നത്. പക്ഷേ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത്? ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. കാരണം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും. അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജെനുവിനാണോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങൾക്ക് ആ സഹനത്തിൻ്റെ സമയത്ത് കൊളോസ്യസ് 1:11 അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പോൾ എന്ത് ജോലി, പ്രേക്ഷിത ജോലി ആയാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കുറവുണ്ടാകും. കാര്യം കർത്താവ് 30 മേനി എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 60 മേനി എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ 100 മേനി. ഇപ്പോൾ ഞാൻ പറയും യേശുവേ എല്ലാം കൂടി 100 മേനി എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് 30 പറയണത്? അപ്പോൾ ചില ആൾക്കാരുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അനുപാതമനുസരിച്ചും നിങ്ങളുടെ ഉടമ്പടിയിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടും വിശ്വാസത്തിലുള്ള നിക്ഷേപം അനുസരിച്ച് കൊണ്ടുമാണ് ഈ മേനി വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് പറയും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ലൂക്കാ 7:28 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന. മത്തായി 11:11 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ് 5:19 മത്തായി, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇപ്പൊ രണ്ട് എന്ത് മനസ്സിലായില്ലേ? ആദ്യം വായിച്ചതായിരുന്നു മത്തായി 10:11 അത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. മത്തായി 5:19 വായിച്ചത് എന്താണ്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ വലുതും ചെറുതുമുണ്ട്. ഇത് എന്തിന് ആനുപാതികമായിരിക്കും? നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിരിക്കും, അനുഗ്രഹത്തിനല്ല. ഈ ഭൂമി വെച്ച് അനുഗ്രഹം ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടും. അത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് നിരീശ്വരവാദികളും കിട്ടും. വിശ്വാസം ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ പാസ്സായി വന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിരീശ്വരവാദിയാണ് ഇല്ലേ? അപ്പോൾ നിരീശ്വരവാദിയാണെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടും. നമ്മൾ പറയുന്നത് ദൈവത്തെ അനുഭവിച്ച ആൾക്കാരുടെ ഏറ്റക്കുറച്ചിലാണ്. എന്താ അത് നിത്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഭൂമിയിൽ എന്ത് കിട്ടണമെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, നിലവിലില്ല. ദൈവം ഈ ഉടമ്പടി ചെയ്യണത് എന്താണ്? ദൈവരാജ്യത്തിലെ വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകണത്? അവൻ ആർജിക്കുന്ന, അതാണ് കൊളോസ്യസ് 1:11 എന്താ വായിച്ചത് നമ്മൾ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും പറഞ്ഞേ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ ഒന്നുകൂടി വായിച്ചത്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രാഭവത്തിന്റെ ആനുപാതികമായി സർവശക്തിയിലും ബലം പ്രാപിക്കുന്നതിനാണ് നമ്മൾ കൃപയുടെ അഭിഷേകം എന്ന് പറയുന്നത്. ദൈവം കവനന്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശക്തി ധരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ബലം പ്രാപിക്കുക. മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് ഒക്കെ നല്ല പ്രോട്ടീൻ കഴിച്ച് ജിംനേഷ്യത്തിൽ പോകുമ്പോഴാണ്. പക്ഷേ കൃപയുടെ ഉദ്ദേശം ആത്മാവിൻ്റെ ബലം പ്രാപിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും. 23 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ ആ മാസം തന്നെ മക്കളുണ്ടാകണത്? അപ്പോൾ മാതാവ് കൊടുക്കണത്. അപ്പോൾ ഭൗതിക ആനുകൂല്യത്തിൽ ഈ ആൾക്കാരെ ഒരു പഞ്ഞവുമില്ല. പക്ഷേ ദൈവം ഉന്നം വെക്കുന്നത് അതല്ല. ഈ ഒരു സങ്കീർണമായ ഭൗതിക സാഹചര്യത്തിന് സമ്മർദ്ദം നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഉടമ്പടി. പിടിയോ? അതെന്താ ചെയ്യണം? അതിന് സഹനത്തിന് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അപ്പൊ നിങ്ങൾ ബലം പ്രാപിക്കണത് ഈ വാക്കും ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന വാക്കും സെയിമാണ്. ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ
മത്തായി 11:12. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ദൈവരാജ്യം ബലവാന്മാരാണ് പിടിച്ചടക്കുന്നത്. ഈ ബലമെന്ന് പറഞ്ഞത് എന്താണെന്നാണ് ഈ പറയണത്. എന്താണ് ബലം? കൃപയാണ് ബലം. പിടിയ കൃപ നമ്മൾ ആർജിക്കുന്നതിന് ആനുപാതികം എന്തെന്നല്ല, അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമാണ്. അല്ല നമുക്ക് വേറെ തോതില്ല, കൃപയ്ക്ക് തോതില്ല. കൃപയ്ക്ക് കൊളോസ്യസ് 1:11 ഒരേ തോതേ വെച്ചിട്ടുള്ളൂ. എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികം. അത് 100 മേനിയാണ്. ഇതാണ് കർത്താവ് പറയണത്. നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ ശോഭിക്കും. മത്തായി 13:43. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. എന്ന് പറഞ്ഞ അപ്പോൾ നീതിമാന്മാർ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഈ മത്തായി 13:43 ആണ് 1 കൊളോസ്യൻസ് 1:11. എന്താണ്? അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവം എന്ന് പറയുന്നത് അത് സൂര്യനാണ്. അതിന് ആനുപാതികമായിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ സൂര്യനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. പത്രോസ് പറയും അത് 100 മേനിയാണ്. പക്ഷേ ഈശോയ്ക്ക് ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? ദൈവരാജ്യം നല്ല നിലത്ത് വീണത് 100 മേനിയും, ചിലത് 60 മേനിയും, ചിലത് 30 മേനിയും. അപ്പോൾ മറ്റുള്ളവർ 30 മേനിക്കാർക്കും ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൗലോസാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:41 എന്താ പറയണത്? പുനരുദ്ധാനത്തിലെ ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും. ചിലത് നക്ഷത്രങ്ങളെപ്പോലെ ഇരിക്കും, ചിലത് ചന്ദ്രനെപ്പോലെ ഇരിക്കും. അതാണ് 60 മേനി. നക്ഷത്രം 30 മേനി. പിന്നെ എന്താണ്? ചിലത് സൂര്യനെ പോലെ ഇരിക്കട്ടെ. അതാകുമ്പോൾ 100 മേനി. 1 കൊരിന്ത്യർ 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ ആർജിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത്. അത് 1 കൊളോസ്യർ 11:12 മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷമുണ്ടാകും. എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപ ആർജിക്കാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത്. നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു അമ്മായിയമ്മ, ഇപ്പോൾ ഇന്നാൾ ഒരു ചെടുത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ? അച്ഛാ എന്താ പറഞ്ഞവർ? ഒരു അമ്മായിയപ്പം സാക്ഷ്യം പറഞ്ഞില്ലേ? എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചതെന്ന്. അപ്പം അച്ഛൻ ആപത്തി പിടിച്ച് മൈക്കുമ്പോൾ ബാക്കി കളഞ്ഞ്. കാരണം കടുവ വേണം ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്ത് മേക്കിൽ വെച്ചല്ലേ പറഞ്ഞത്. എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചത്. അപ്പം കടുവയായിരിക്കും. ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും, പുലിയെ പൂച്ചയാക്കാൻ പറ്റും. 2 തരത്തിലാണ് വരണത്. ഒന്ന്, കൃപയാർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും. എന്താ കാര്യം? ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതാണ് സംഭവം. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയുന്നത് കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന്, നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല. ക്രിസ്തുവിൻ്റെ സഹനം മരിച്ചിട്ടും തീരണില്ല. അവിടെ INR എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നോക്കിയിട്ട് വഴിയെ പോകുന്ന ആൾക്കാർ പറയും, എന്താ പറയണത്? ഇവൻ രാജാവല്ലേ, ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല, ഞാൻ ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടെ വരെ എത്തിയിട്ടില്ല. സെൻറ്റ് പോൾ പറയണത് അവൻ മരണത്തോളം തന്നെ താഴ്ത്തിയെന്നാണ് പറയണത്. പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയത്, അവൻ മരണാനന്തരം തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു. കൈയടിച്ച്